ഹലോ മൈ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നാം പഠിക്കാൻ പോകുന്നത് വളരെ മനോഹരമായ മറ്റൊരു യൂസേജാണ്. ഇറ്റ്സ് ബീൻ എന്ന് തുടങ്ങുന്ന ഒരു യൂസേജാണ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ അവനോട് സംസാരിച്ചിട്ട് ഒരുപാട് കാലമായി. ഞങ്ങൾ ഈ സിറ്റിയിലേക്ക് മാറിയിട്ട് 3 വർഷത്തോളമായി. ഇതുപോലത്തെ സെൻറ്റൻസുകൾ നാം ഉണ്ടാക്കുന്നത് ഇറ്റ്സ് ബീൻ എന്ന് തുടങ്ങുന്ന യൂസേജ് വെച്ചിട്ടാണ്. നമുക്ക് ആ സെൻറ്റൻസുകൾ പറഞ്ഞാലോ? ഇറ്റ്സ് ബീൻ ലോങ് ടൈം സിൻസ് ഐ ടോക്ക്ഡ് വിത്ത് ഹിം. ഞാൻ അവനുമായി സംസാരിച്ചിട്ട് ഒരുപാട് കാലമായി, അല്ലേ? ഇറ്റ്സ് ബീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ബീൻ എന്നുള്ളതാണ്. സെൻറ്റൻസിൻ്റെ തുടക്കം അതാണ്. ആ ഒരു യൂസേജ് വെച്ചിട്ടാണ് സെൻറ്റൻസ് തുടങ്ങുന്നത്. ഇറ്റ് ഹാസ് ബീൻ അതിനെ ഷോർട്ടാക്കി പറയുമ്പോൾ ഇറ്റ്സ് ബീൻ എന്നായി മാറും. അതിൻ്റെ ശേഷം ആണ് ഞാൻ 3 വർഷത്തോളമായി എന്ന് ചേർക്കണമെങ്കിൽ നാം 3 years എന്ന് കൊടുക്കും. അല്ലെങ്കിൽ ഒരുപാട് കാലമായി എന്ന് കൊടുക്കണമെങ്കിൽ നാം ലോങ് ഇയേഴ്സ് എന്ന് കൊടുക്കും. അതിന് ആപ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള സംഗതികൾ ഇറ്റ്സ് ബീൻ എന്നതിൻ്റെ ശേഷം ചേർത്ത് കൊടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതിൻ്റെ ശേഷം പറഞ്ഞാൽ നമുക്ക് സെൻറ്റൻസ് കിട്ടി. ഇറ്റ്സ് ബീൻ 3 years സിൻസ് വി മൂവ്ഡ് ടു ദിസ് സിറ്റി. ഈ സിറ്റിയിലേക്ക് ഞങ്ങൾ മാറിയിട്ട് 3 വർഷമായി. ഓക്കെ. ഹൗ ലോങ് ഡിഡ് യു ഗെറ്റ് മാരീഡ്? നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഇറ്റ്സ് ബീൻ 7 years സിൻസ് വി ഗോട്ട് മാരീഡ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി, അല്ലേ? ഇറ്റ്സ് ബീൻ ലോങ് ടൈം സിൻസ് ഐ സോ യു. നിന്നെ കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ. വേർ വർ യു? എവിടെയായിരുന്നു നീ, അല്ലേ? ഇതൊരു യൂഷ്വൽ യൂസേജ് ആയതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകമായി ഷോർട്ടായി ഉപയോഗിക്കാൻ പറ്റുന്ന, എപ്പോഴും ഓർത്ത് വെക്കാൻ പറ്റുന്ന മറ്റൊരു യൂസേജ് ഉണ്ട്. ലോങ് ടൈം നോ സീ. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം നമ്മുടെ സുഹൃത്തിനെ കണ്ടുമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇറ്റ്സ് ബീൻ ലോങ് ടൈം സിൻസ് ഐ സോ യു എന്ന് പറയുന്നതിന് പകരം ലോങ് ടൈം നോ സീ, ഒരുപാട് കാലമല്ല കണ്ടിട്ട് എന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ മൈ ഡിയർ ഫ്രണ്ട്സ്. സോ ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.